ജിബി അല്ലേ? ഒരു 3 വീക്ക് കഴിഞ്ഞുമ്പോ എന്റെ അനിയന്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ചെയ്യാനായിട്ട് വന്ന അതന്നെ കല്യാണ പെണ്ണിനെക്കാളും ഞാൻ വെട്ടിത്തിറങ്ങി നിൽക്കണം. അതുകൊണ്ട് മെഡിറ്റേഷൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ എനിക്കറിയാം. എന്നാലും ഡോക്ടർ ഒന്ന് പറഞ്ഞു ഡീറ്റാൻ ഉപയോഗിച്ചാൽ നല്ലതാണോ? അപ്പൊ ഹൈഡ്രാ ഫേഷ്യല് ഒക്കെ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് അല്ലേ? കാഷ്വൽ ഡോക്ടർ നോക്കണ്ട, ഞാൻ ഭയങ്കര കാശരിയാ. അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ്? അതിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഹൈഡ്രാ ഫേഷ്യൽ വളരെ നല്ലതാണ്. ഡീപ് മെഡിറ്റേഷനെക്കാട്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഹൈഡ്രാ ഫേഷ്യൽ. അതും ഒരു 3 വീക്സ് മുന്നേ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് PRP എന്ന് പറഞ്ഞൊരു എന്തോ ചെയ്ത്, അപ്പൊ അത് ചെയ്താൽ എനിക്ക് നല്ലതായിരിക്കും. ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് PRP നല്ലതാണ് കേട്ടോ. കാരണം കൊളാജനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സ്കിൻ നല്ല ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം PRP എന്താന്ന് പറയണേ? വെറുതെ ഇരിക്കണ്ട, പറഞ്ഞു. എനിക്കറിയാം, അറിയാമെന്നല്ല. എന്നാലും PRP എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പിന്നെ എന്തൊരു ബൂസ്റ്റാ പ്രോഡക്ട്സ് മുഖത്ത് ഇടാനായിട്ട് ഒരു സംഭവം ഇല്ലായിരുന്നു. സ്കിൻ ബൂസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഹൈലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻസ് ആണ് കേട്ടോ. അത് ചെയ്താലും റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്കും പറയാനായിരിക്കും. പറയാം. സ്കിൻ ബൂസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ബൂസ്റ്റ് എന്നൊന്നും പറഞ്ഞത് എനിക്കറിയായിരുന്നു. പറഞ്ഞപ്പോ ഇതായിപ്പോയതാ. പിന്നെ എന്തോ ഒരു ഇതില്ലേ ചുടുപൊക്കെ മാറാൻ ബോട്ടോക്സ് ഇവിടെ ഒക്കെ ചെറുതായിട്ട് വരുന്നുണ്ടോ? ഒരു പ്രിവെൻഷൻ മാതിരി നമുക്ക് ചെയ്യാം. പ്രിവെൻഷൻ പോലെ പൈസ ഡോക്ടർ നോക്കണ്ട, ഞാൻ കണ്ടാൽ കിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര തിരക്കുള്ള ഒരു ബിസിനസ് വുമൺ ആണ്. അപ്പൊ തന്നെ എനിക്ക് സമയം കളയാനും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് തന്നെ വന്നത്. ഡോക്ടർ പറഞ്ഞോ എന്നാ നമുക്ക് അറിയാൻ ചെയ്യാം. ബോട്ടോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ ഈ ഫില്ലർ ഈ ചുണ്ടൊക്കെ എനിക്ക് പുറത്തോട്ട് വരണം. ക്യാമറയിലൊക്കെ നിൽക്കുമ്പോഴേ സെറ്റപ്പ് ആയിട്ട് നിൽക്കണം. ആവശ്യം കാണുന്നില്ല. എന്നാലും ഒന്ന് ക്യാമറ ഫേസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് എനിക്ക് ഇച്ചിരി ഫില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലേതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇഞ്ചക്ഷൻ ഒക്കെ കുത്തിയൊക്കെ വേണ്ടി ഓരോന്ന് ചെയ്യാൻ. പേടിച്ചിട്ടൊന്നുമല്ല, പൈസ വിഷയമല്ല. ഭയങ്കര പൈസ ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ ഫാമിലി മുതലേ ഭയങ്കര പൈസക്കാരാ. അപ്പൊ നീ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഈ എയർ ബ്രഷ് മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും എനിക്ക് ഇച്ചിരി സെറ്റപ്പ് ആകും. കാരണം ദൈവം അറിഞ്ഞ് കുറച്ച് സൗന്ദര്യം എനിക്ക് ശാപമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ചെയ്യണമെങ്കിൽ ഉദ്ദേശിക്കാം. അത് നന്നായി. പിന്നെ ഡോക്ടറെ ഒരു പ്രൊഫൈൽ അങ്ങനെ ഒരു സാധനം